ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിപ്രഷൻ്റെതാണെങ്കിൽ നിങ്ങൾ 200% ധൈര്യമായിട്ട് ചേരാൻ പറ്റും. കാരണം എനിക്ക് അതിൽ അത്രയും റിസൾട്ട് ഞാൻ എന്താ പറയാ, ജീവിക്കണോ മരിക്കണോ എന്നുള്ള ആ ഒരു ഇതിന്റെ നൂൽപ്പാലത്തിൽ നിന്ന ഒരാള് ഇപ്പൊ എനിക്ക് എന്ത് വന്നിട്ടുണ്ടെങ്കിലും ഒരു പ്രശ്നമില്ല. എനിക്ക് എന്തായാലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ 200% എന്താ പറയാ, ഞാൻ ഉറപ്പ് തരുന്നെല്ലാം പറഞ്ഞിട്ട് അതിന്റെ ഫീഡ്ബാക്ക് പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ ശേഷം ഇവര് എന്റെ നമ്പറിലോട്ട് ഇങ്ങനെ കോൾ ചെയ്ത് നാലഞ്ച് പേര് ഇതിൽ ജോയിൻ ചെയ്തവര് ഇത് കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. അപ്പൊ അവര് പിന്നെ എന്നോട് ഇങ്ങനെ എങ്ങനെയാ ജോയിൻ ചെയ്യേണ്ടതെന്നെല്ലാം ചോദിച്ചപ്പോ ഞാൻ റുബീന മാമിന്റെ നമ്പർ കൊടുത്ത് അപ്പൊ അതിൽ വിളിച്ചിട്ട് സംസാരിച്ചാൽ മതി എന്നെല്ലാം പറഞ്ഞിട്ട് അവര് 4 പേര് ജോയിൻ ആയി എന്ന് പറഞ്ഞു. അപ്പൊ ഞാനും ഒന്നും ചെയ്യാതെ ഞാൻ അതിനൊരു ഭാഗമായി എന്നുള്ളത്, സാറിന്റെ ക്ലാസ് അവർക്ക് കൂടെ കിട്ടല്ലോ ഞാൻ കാരണം എന്നുള്ളത്, അതെനിക്കൊരു ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡായി. അതപ്പോ അത് പറയാൻ വേണ്ടിട്ട് വന്നു. കാരണം ഒരുപാട് നന്ദി, ഒരുപാട് റിസൾട്ട് ഉണ്ട്. അൽഹംദുലില്ലാ. താങ്ക് യു. ഈ റെഡ്മി കണ്ട ആരായി? റെഡ്മി ഇത് നമ്മുടെ പറയൂ. മ്യൂട്ടാണ്, അൺമ്യൂട്ട് ചെയ്യൂ. ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഞാൻ ഫാത്തിമ. ഞാൻ EFTയില് നമ്മളെ 6th ബാച്ചിലാണ് വന്നത്. ഞാന് എന്റെ ഏറ്റവും എനിക്ക് എന്താണോ ആവശ്യം എന്ന് വെച്ചാൽ നല്ല രൂപത്തിലുള്ള ഉറക്കം, ഭയങ്കരമായിട്ട് നല്ല രൂപത്തിൽ എല്ലാ ദിവസവും 10 മണിയാകുമ്പോഴേക്കും നല്ല രൂപത്തിൽ ഉറങ്ങണ്, 5 മണിക്ക് ഉണരുന്നത്, ആ ഒരു കൃത്യനിഷ്ഠയോട് കൂടി നല്ല രൂപത്തിലുള്ള ഒരു ജീവിതം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. എന്റെ ആ ഡിപ്രഷനും ടെൻഷനും ഒക്കെ വളരെയധികം മാറിയിട്ടുണ്ട്. അപ്പൊ നല്ല ഉറക്കാണ്. നമ്മളെ പ്രാക്ടീസ് 8:30 പ്രാക്ടീസ് ഒക്കെ കഴിയുന്നതോടുകൂടി നല്ല രൂപത്തിലേക്ക് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. അതാണ് ആ ഡാൻസിൽ പങ്കെടുത്തിരുന്നു. ഇതൊക്കെയാണ് പറയാനുള്ളത്. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളോടും ഒരുപാട് നന്ദിയുണ്ട്. ഞാന് എന്താണോ ഞാന് ആഗ്രഹിച്ചത് അതെനിക്ക് നേടാൻ പറ്റിയെന്നുള്ളതാണ്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. ഐഷത്ത. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ആദ്യമായിട്ട് ഞാൻ EFTയിൽ ഈ പ്ലാറ്റ്ഫോമിൽ കയറാൻ പറ്റിയതിന് ഞാൻ സർവശക്തനോട് ഹൃദയത്തിന്റെ അടുത്തിട്ട് നന്ദി അറിയുന്നു. അൽഹംദുലില്ലാ. EFTയിൽ വന്നതിന് ശേഷം എനിക്ക് ഉണ്ടായ ഓരോ മാറ്റങ്ങളും അൽഹംദുലില്ലാ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതായത് എനിക്ക് രാത്രി ഉറങ്ങുന്ന സമയത്ത് എനിക്ക് ഈ ചെരിഞ്ഞ് കിടക്കാനെല്ലാം ഭയങ്കര ബോഡി പെയിൻ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് ഭയങ്കര അൽഹംദുലില്ലാ ആ മാറ്റം ഞാൻ ഇപ്പൊ സന്തോഷം കൊണ്ട് പറയാനിരിക്കാൻ പറ്റില്ല. അത്രക്കും ഞാൻ ഇന്ന് രാത്രി EFTന് ശേഷം നല്ല രൂപത്തിൽ ആ ഒരു വേദന എനിക്കിപ്പോ ഫീൽ ഇല്ല. ഒരു വേദനയില്ല. നല്ലോണം സുഖമായി ഉറങ്ങാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്റെ റിലേഷൻഷിപ്പില് എന്റെ ഹസ്ബൻഡിന്റെ മാറ്റത്തിൽ വളരെ സന്തോഷം. ഞാൻ മാമിനോട്, എന്റെ മാം ശ്രീലേഖ മാമാണ്, ഞാൻ ഈ കോഴ്സിൽ ചേർന്നിട്ട് മാമിനോട് ഞാൻ ചോദിക്കും, ഞാൻ ചേർന്നുകൊണ്ട് എന്റെ ഹസ്ബൻഡ് മാറും? മാം അറിയും മാറും, എന്തായാലും പെർഫോമൻസ് കൊടുത്ത് ഈ കോഴ്സിലേക്ക് പെർഫോമൻസ് കൊടുത്തോണ്ട് നിൽക്കുക. അപ്പൊ ഇപ്പൊ അൽഹംദുലില്ലാ അത് എനിക്ക് പറയാൻ അറിയിക്കാൻ പറ്റില്ല. ഞാൻ മാറി. ഞാൻ ഈ കോഴ്സ് ചെയ്തപ്പോ എന്റെ ഹസ്ബൻഡിന്റെ മാറ്റം അൽഹംദുലില്ലാ ഭയങ്കര സന്തോഷം. ഇപ്പൊ ഹാപ്പി ആയിട്ട് കഴിഞ്ഞു വന്ന്. പിന്നെ ശരീരത്തിന്റെ വേദന എല്ലാം നല്ല മാറ്റമുണ്ട്. സന്തോഷം എന്തുണ്ടായാലും ഒരു സമാധാനം സന്തോഷം ഫീൽ ചെയ്യുന്നത്. അൽഹംദുലില്ലാ. എത്ര പറഞ്ഞാലും അതുകൊണ്ട് ഈ കോഴ്സിൽ ചെയ്യാൻ ആരെങ്കിലും പഠിച്ചു വെക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് വരണം, ചേരണം. അതൊരു നല്ലൊരു സംഭവമാണ്. അൽഹംദുലില്ലാ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സന്തോഷം. ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാ PCMമാർക്കും ശ്രീലേഖ മാമി പറയാൻ പറ്റില്ല. നമ്മുടെ 1 മാസത്തെ കോച്ചിങ്ങിന്റെ ഒരു PC എന്നുള്ളതില്ല. പക്ഷെ എങ്കിലും എന്നും പ്രാക്ടീസ് ചെയ്തോ, എന്താ ചെയ്യുന്നത്, എങ്ങനെ ചോദിച്ചോണ്ട് നോക്കും. എല്ലാ PCMമാരും നല്ലതാണ്. ശ്രീലേഖ മാമിന് ഹൃദയത്തിന്റെ അടുത്തിരുന്ന എല്ലാവർക്കും ഈ ഗ്രൂപ്പിലെയും സാറിന്റെ ഓരോ ക്ലാസ്സും ഞമ്മക്ക് ഹൃദയം കൊണ്ട് എന്താ പറയാൻ പാടില്ല സാർ. അത്രക്ക് സന്തോഷമാണ്. അൽഹംദുലില്ലാ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ സന്തോഷം പറയും. സാർ.
Good morning, sir. Good morning. Good morning to Good morning. everybody. എന്തായാലും ആദ്യമായി സർവശക്തനായ അള്ളാഹുവിന്റെ ദൈവത്തിന് സ്തുതി. പിന്നെ റഫീഖ് സാറിനും ടീമിനും പ്രത്യേകം നന്ദി. സത്യത്തില് രാവിലെ മെഡിറ്റേഷൻ കഴിഞ്ഞ ഉടനെ ഞാനൊരു യാത്രയിലാണ്. എന്നാലും 2 വാക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാതെ പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിനകത്ത് കയറിയത്. വളരെ സന്തോഷമുണ്ട്. കാരണം ബാച്ചാണ് ഞാൻ ജോയിൻ കഴിഞ്ഞു. നിങ്ങൾ ശബ്ദം കട്ടായിട്ടോ യാത്രയിൽ അതിനിടയ്ക്ക് സമയം കണ്ട് റേഞ്ച് പോകുന്നുണ്ടാവില്ല. യാത്രയിലാണ് സാർ, അതുകൊണ്ടാണ്. എന്തായാലും വളരെ ഒരു നല്ലൊരു സ്വസ്ഥത, കാര്യങ്ങൾ ചിട്ടയായി വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു മറ്റേ ഇത് ഊർജം അതെല്ലാം ഈ EFT യിൽ വന്നതിന് ശേഷം കൂടുതലായിട്ട് ലഭിക്കുന്നുണ്ട്. അതിനെല്ലാവരോടും PCMമാരോട് പ്രത്യേകിച്ച് PCA വളരെ കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് ഉണ്ട്. എല്ലാ PCMമാരും നല്ല സപ്പോർട്ടാണ്. എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്. റഫീഖ് സാറിന് പ്രത്യേകം നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. സുഹറാബി അൺമ്യൂട്ട് ചെയ്യൂ. പറയൂ. ഗുഡ് മോർണിംഗ് ആൾ. എല്ലാവർക്കും എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല സാർ. അത്രമാത്രം സന്തോഷത്തിലാണ് ഞാന്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്താണെന്നും ഫൊർഗീവ് എന്താണെന്നൊക്കെ പഠിച്ച് ഞാൻ എന്താ പറയാ, ഞാൻ സന്തോഷാണ്. ഭയങ്കര എനർജറ്റിക്കാ ഞാനിപ്പോ. ഭയങ്കര എനർജി. ഞാൻ തീർന്നെന്ന് വിചാരിച്ചാണ് ഞാൻ ഇതിലേക്ക് വരുന്ന സമയത്ത്. ഞാൻ ഇനി ഇല്ല, ഒരു 4 ചുമരുകൾക്കുള്ള ഒരു ഖുർആനുമായിട്ട് ഇരിക്കാൻ ഇനി എന്നോട് കഴിയുള്ളൂ എന്നുള്ള വിചാരിച്ചൊരു മനുഷ്യനാണ് ഞാൻ. അതിന്റെ ബ്രദറാണ് എന്നെ ഇതിലേക്ക് ആക്കിയത്. അവന് ഒരുപാട് നന്ദി എപ്പോഴും ഞാൻ പറയുന്നുണ്ട്. ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവർക്കും എപ്പോഴും നന്ദി പറയുന്നു. സാറിനും ഒരുപാട് നന്ദി പറയുന്നു. എന്റെ PCA ഫാമിദ മാമാണ്. ഇപ്പോഴും ഞങ്ങൾ ആ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടും ഞങ്ങളെ ബാക്കിൽ വന്ന് ഞങ്ങളെ ഇപ്പോഴും ഓരോന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോ ഇത് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഒരുപാട് നന്ദി. എല്ലാവർക്കും നന്ദി പറയുന്നു. പിന്നെ എന്താ പറയാ, സ്നേഹം എന്താണ്? ആ സ്നേഹമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ആ സ്നേഹമാണ് ഫോർഗീവ്. അതൊക്കെ ആ സ്നേഹം തെരഞ്ഞ് നടക്കേന് ഞാൻ എവിടുന്നും എനിക്കത് കിട്ടിയില്ല. അങ്ങനെ കിട്ടാതെ ഞാൻ ഇപ്പൊ എനിക്ക് മനസ്സിലായത് എന്നിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ളത്. എല്ലാ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കണ് ഒക്കെ സ്നേഹാണെന്നുള്ളതും. എന്താണ് ഇപ്പൊ എനിക്ക് പറഞ്ഞാലാവൂല. ഞാൻ ഭയങ്കര എന്താണ് ഒരു 10-16 വയസ്സായ മാതിരിയിലാണ് ഇപ്പൊ എന്റെ ആ എനർജി നിൽക്കുന്നത്. എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ കഴിയണം. ഞാൻ ഇപ്പൊ എല്ലാരോടും എന്റെ സഹോദരങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരണം, എന്റെ മക്കളെ ഇതിലേക്ക് കൊണ്ടുവരണം. എനിക്കിപ്പൊ സങ്കടം, ഒരേ ഒരു സങ്കടമുള്ളൂ. അല്ലെ എപ്പോഴും എനിക്ക് സങ്കടം മാത്രമേ ഉള്ളൂ. അള്ളാഹു എല്ലാ അനുഗ്രഹവും എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒന്നും കാണാനുള്ളൊരു കണ്ണ് എൻ്റെ ഇല്ലായിരുന്നു. അതൊക്കെ ഇപ്പൊ എനിക്ക് ഉണ്ടായി. ഇപ്പൊ എനിക്കൊരു സങ്കടമേ ഉള്ളൂ. ഇതിൽ കുറച്ച് നേരത്തെ എനിക്ക് വരാൻ കഴിഞ്ഞില്ല എന്നുള്ള ആ ഒരൊറ്റ സങ്കടം മാത്രമേ ഉള്ളൂ. ഇപ്പൊ എല്ലാരോടും ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. മീറ്റപ്പിന് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്, അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും സാറിനെ കാണാൻ അവിടെ വരുന്നുണ്ട് ഇൻഷാ അള്ളാ. എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, ഞങ്ങൾ ഈ പ്ലാറ്റ്ഫോമിലുള്ളവർക്കുള്ള എല്ലാവരും നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നും എല്ലാവർക്കും വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. അത്രമാത്രം ഞാൻ പറയുന്നു. എന്തുകൊണ്ടും എനിക്ക് ഭയങ്കര സന്തോഷാണ്. വാക്കുകള് ആ ശബ്ദം കേൾക്കുമ്പോ തന്നെ എനർജി ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? ഞാൻ ഉള്ളു തട്ടിയുള്ള ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഭയങ്കര എനർജി. സത്യം. എനിക്ക് ഇനി ഒന്നിനും കഴിയില്ല എന്ന് വിചാരിച്ച ആളാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഭയങ്കര എനർജിയാണ് എനിക്കിപ്പോ എന്തെല്ലാം സാധിക്കുന്നുണ്ട് അറിയോ. ഒരു 60 വയസ്സായ ഒരു ആളായ ഞാനല്ല ഇപ്പം. ഞാൻ 16 വയസ്സായ ചെറുക്കോട് ഓടി നടന്ന് എന്റെ മക്കളൊക്കെ വിചാരിക്കുന്നുണ്ട് എന്താ അത് അത്ഭുതം എന്ന്. എന്നോട് എന്റെ സഹോദരന്മാരൊക്കെ ഞാൻ എന്റെ വീട്ടിൽ പോയപ്പോ അവര് ചോദിച്ചു, എന്റെ മുഖത്ത് എന്തോ ഒരു പ്രത്യേക മാറ്റം വന്നണല്ലോ, എന്താ എനിക്ക് പറ്റിയത് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു EFT ആണ്, അങ്ങനത്തെ ഒരു മരുന്ന് കുടിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞാനിന്ന്. പിന്നെ അവരൊക്കെ വിവരിച്ചു കൊടുത്തു ഞാൻ എന്താ സംഭവം എന്ന്. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം. കൺഗ്രാറ്റുലേഷൻ. യെസ്, അടുത്ത സുഹറ അവിടെ അൺമ്യൂട്ട് ചെയ്യൂ. മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാന് നല്ല സമാധാനത്തില്, ഞാൻ എന്റെ കാലിന് വേദന ആയിട്ടാണ് വന്നത്. അത് സാറിനോട് ഞാൻ എപ്പോഴും പറയലുണ്ട്. പക്ഷെ എനിക്ക് കിട്ടിയത് നല്ല മാനസികാരോഗ്യമാണ്. പിന്നെ എനിക്ക് ഇപ്പൊ എന്റെ കാലിന് നല്ലൊരു സമാധാനം. ഞാൻ മരുന്ന് ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അഡ്വാൻസ് കഴിഞ്ഞ് വന്നപ്പം
ഡോക്ടർ എന്നോട് പറഞ്ഞ് മരുന്ന് പകുതിയാക്കാൻ. അപ്പൊ എനിക്കൊരു സമാധാനം. പക്ഷെ മരുന്ന് പകുതിയാക്കിയിട്ട് എനിക്ക് കൂടിയിട്ടില്ല. നല്ല സമാധാനമുണ്ട്. ഞാൻ എക്സസൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ കുറെ കാലമായി എക്സസൈസ് ചെയ്യൽ തുടങ്ങിയിട്ട്. പക്ഷെ ഇപ്പോഴാണ് അതിന്റെ ശരീരത്തേക്ക് പിടിച്ചതെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നുണ്ട് എന്റെ മൈൻഡ് ശരിയായപ്പോ ഞാനും തന്നെ ആരോഗ്യവതിയായി വന്ന്. അപ്പം എല്ലാം കൊണ്ടും സമാധാനമാണ്. ഇങ്ങനെ ഒരു ഇതിൽ എത്തിപ്പെടാൻ പറ്റി, EFT യിൽ എത്തിപ്പെടാൻ പറ്റിയതിന് പ്രപഞ്ച സൃഷ്ടാവിനോട് നന്ദി പറയുന്നു. പിന്നെ നല്ല നല്ല സമാധാനം, ഇനിയും നല്ല നല്ല അനുഗ്രഹം, ഞാൻ എന്താ ആഗ്രഹിച്ചതൊക്കെ എനിക്ക് നേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാവർക്കും, എല്ലാ കുടുംബത്തിനും ഒരാളെങ്കിലും EFT യിൽ എത്തട്ടെ എന്നാണ് എന്റെയും പ്രാർത്ഥന. എന്നാൽ എല്ലാവരും മനസ്സും സമാധാനമായി, സന്തോഷായി. താങ്ക് യു സാർ. താങ്ക് യു സുഹൃത്ത്, ഒരുപാട് സന്തോഷം. നദീറ. ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് ഓൾ. എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. അത്രമാത്രം അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് EFT യില്, ഈ വേദിയിലൂടെ. അതുകൊണ്ട് അന്നെ ഇവിടേക്ക് എത്തിച്ച അള്ളാഹുവിന് സ്തുതി, സാറിനും എല്ലാവർക്കും നന്ദി. PCMA, കുഞ്ഞലീമ, ഷമീമ, TV തിരുവനന്തപുരം എന്നെ ഇവിടേക്ക് എത്തിച്ചത്. ഞാൻ പറയാ, എന്റെ കണ്ണിന്റെ കാഴ്ച എനിക്ക് എടുത്തു പറഞ്ഞ അതിന്റെ നന്ദി എത്ര പറഞ്ഞാലും ശരിയാവില്ല. കാരണം 10-20 വർഷമായി കണ്ണട അങ്ങനെ 6 മാസം 1 കൊല്ലം കൂടുമ്പോൾ പവർ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതെനിക്ക്, ഞാൻ വായന 5-8 വർഷം പത്രം നോക്കാറില്ല, വലിയ ടൈറ്റിൽ മാത്രം, ഒരു ബുക്കും നോക്കാറില്ല, ഖുർആൻ മാത്രം ഓതും. പക്ഷെ എനിക്ക് കണ്ണട കൂടിയത് ഒരു ബുക്ക്, ഞാൻ പറയും, ഒരു ബുക്ക് തീർത്തും വായിച്ചു 150 പേജുള്ള, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്. കേൾവി അതെ, ഞാൻ ടിവിയുടെ തൊട്ടടുത്തേക്ക് പോകും മറ്റുള്ളവരെ പരിഗണിക്കാതെ ശബ്ദം കേൾക്കാൻ. അത് കേട്ടു. ഫോണ് മോന് ഓണാക്കി സൗണ്ടിൽ വെച്ചിട്ടാണ് എൻ്റെ അടുത്ത് തരാൻ എന്തെങ്കിലും ചെയ്യുന്നതിന്. പക്ഷെ EFT കയറിയ ശേഷം മോൻ ചെക്ക് ചെയ്ത് സൗണ്ട് നോർമലാക്കി തന്നെ തന്നു. എന്നിട്ട് എനിക്കത് കേൾക്കാൻ കഴിഞ്ഞു. മോനത് കണ്ടെത്തി. എല്ലാവർക്കും സന്തോഷമായി. എല്ലാവരും എന്നെ ഇനി 10 വർഷത്തിന് ശേഷം ഞാൻ ചിരിച്ചു എന്നുള്ളതാണ്. ചിരിക്കാൻ കഴിഞ്ഞു. അതോടെ തന്നെ എന്റെ എല്ലാ ഹോർമോണുകളും ഉത്പാദിപ്പിക്കപ്പെട്ട് ഞാൻ എനർജറ്റിക് ആയി. ഇനി വളരെ കുറച്ച് ഉറങ്ങിയാൽ മതി, ബാക്കി കൂടുതൽ സമയം ഞാൻ ഓരോ ആക്ടിവിറ്റീസിലാണ്. പിന്നെ എന്റെ ചിന്ത, ഓവർ തിങ്കിങ് മാറി. പിന്നെ മക്കളൊക്കെ അവിടെ പോയി തിരിച്ചു വരുന്നവരെ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കും. ഒരു ഉത്കണ്ഠയായിരുന്നു, അതൊക്കെ മാറി. ശരിയായ ഭരമേൽപ്പിക്കൽ കഴിഞ്ഞു ദൈവത്തില്. പിന്നെ ദൈവത്തിനെ സ്തുതിക്കണ കാര്യം, അതിന്റെ ആഴവും വ്യാപ്തിയിലേക്ക് തീർത്തൊന്നായിരിക്കും അതിലേക്ക് ഇറങ്ങി യിട്ട് തന്നെ സമുദ്രത്തിനേക്കാളുണ്ട്. ഇനിയും ഇവിടൊക്കെ എത്താനുണ്ട് സാറിന്റെ ഒപ്പം ലൈഫ് ലോങ് മരണം വരെ എനിക്ക് വരണം. ഈ ഫാമിലി മെമ്പർ ആയതിൽ വളരെ സന്തോഷം. എല്ലാവർക്കും നന്ദി, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദിയുണ്ട്. താങ്ക്സ്. താങ്ക് യു. ഒരാളും ചോദിക്കുന്ന ചോദ്യമാണ്, എങ്ങനെയാണ് കണ്ണിന്റെ കാഴ്ച, കേൾവിയുടെ മാറ്റമൊക്കെ ഉണ്ടാവുക? അതാണ് നമ്മൾ അറിയാത്ത കുറെ ബ്ലോക്കുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാധിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഉള്ളിലെ ചില ട്രോമകളാണ് ഇതൊക്കെ ബ്ലോക്ക് ചെയ്യുന്നത്. അത് കോഴ്സ് ചെയ്ത ആളുകൾക്ക് അറിയാം അതിലെ മാറ്റം എന്താണ്. ഒരുപാട് സന്തോഷം. ഫാരിസ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാൻ എൻ്റെ ഗോൾസ് ഒക്കെ വിഷ്വൽ ചെയ്തു. അതൊക്കെ ഗോൾസ് അച്ചീവ് ചെയ്തതായിട്ട് വിഷ്വൽ ചെയ്തു. സമ്പത്ത്, ആരോഗ്യം, വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ ഈ മോർണിംഗ് നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു മോർണിംഗ് ആണ്. ഇന്നലെ ഇല്ലാത്ത ഒരു പുത്തൻ ഉണർവും പുത്തൻ പ്രതീക്ഷയും ഇന്ന് ഫീൽ ചെയ്യുന്നു. അൽഹംദുലില്ലാ. എൻ്റെ EFT ഗുരുവിനും എൻ്റെ PCA ദിവ്യ മാഡത്തിനും നന്ദി അറിയിക്കുന്നു. EFT എന്ന പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ കഴിഞ്ഞത് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാണ്. ഇവിടെ വരാൻ വൈകിപ്പോയി, വലിയ ചെറിയൊരു വിഷമമുണ്ട്. നേരത്തെ തന്നെ വരേണ്ടിയിരുന്ന സ്ഥലമാണ്. എന്തായാലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ. എപ്പോഴെങ്കിലും വരാൻ കഴിഞ്ഞു, അൽഹംദുലില്ലാ. ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു ഫാരിസ്. മുഹമ്മദ് അൺമ്യൂട്ട് ചെയ്യാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. EFT കോഴ്സിൽ ചേർന്നതോടുകൂടി ജീവിതത്തിൽ അതൊരു വലിയ പ്രതീക്ഷ നൽകുന്നു. ശാരീരികവും മാനസികവുമായ നല്ല മാറ്റങ്ങളാണ്. അത് സന്തോഷവും സമാധാനവും നൽകുന്നുണ്ട്. പിന്നെ റെക്കോർഡ് ലിങ്കുകൾ നമ്മൾ ഓരോ ആവർത്തിച്ച് കേൾക്കുന്തോറും നമുക്ക് പുതിയ പുതിയ അറിവുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായി കരുതുന്നു. അൽഹംദുലില്ലാ.
പ്രപഞ്ചനാഥന് നന്ദി. റഫീഖ് സാറിനും EFT ടീമിലുള്ള എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ജുമി. ഹായ്, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ജുമി കലാമാണോ? അതെ അതെ അതെ. പറയൂ. ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച ഒരു യോഗ ക്ലാസ്സിൽ നിന്ന് ഒരു ടൂർ ഉണ്ടായിരുന്നേ. അപ്പോ ഞങ്ങൾ ട്രെയിനിനാണ് എറണാകുളം പോകാൻ വേണ്ടിയിട്ട്. ഞാനിവിടുന്ന് ഗുരുവായൂർ എത്തുമ്പോഴേക്കും ട്രെയിന് പോയി. അവര് പറഞ്ഞു ഇത് 5 മിനിറ്റ് ഉണ്ടായില്ല, അപ്പോഴത്തേനോ അവിടെ എത്തുമ്പോഴത്തേനോ ട്രെയിൻ പോയി. പിന്നെ എനിക്ക് എങ്ങനെ അവിടെ എത്തുക, അത്രയും ആഗ്രഹിച്ചിട്ടുള്ള ടൂറായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു അടുത്ത ട്രെയിന് വരാൻ പറ്റുമോ എന്ന് നോക്കി. അപ്പൊ 1 മണിക്കൂർ കഴിയണം. അപ്പോ പിന്നെ ബസ്സിന് പോകണം. അവക്ക് ഉണ്ടായിരുന്നു കൂടെ. അപ്പൊക്ക് പറഞ്ഞു എന്നാ ബസ്സിന് ഇപ്പൊ തന്നെ കയറുകയാണെങ്കിൽ അവിടെ. അപ്പൊ പേടി ഉണ്ടോന്ന് വെച്ചാൽ അവനക്ക് അങ്ങനെ ഒരു പേടി തോന്നിയില്ല. പക്ഷെ എനിക്ക് അങ്ങോട്ട് പോകണം എന്നുള്ള വല്ലാത്തൊരു ആഗ്രഹം. അങ്ങനെ എന്നെ ബസ് കയറ്റി വിട്ട് അൽഹംദുലില്ലാ അവരെത്തിനേക്കാളും മുന്നേ എനിക്ക് അവിടെ എത്തിപ്പെടാനും അതൊരു ഭയമില്ലാതെ എനിക്ക്. ഞാനൊരു ചാവക്കാട് കുന്നോളം വിട്ടിട്ട് അങ്ങനെ ഒറ്റക്ക് പോവാത്ത ഒരാളായിരുന്നു. പക്ഷെ എനിക്കത് മനസ്സിന് ഭയങ്കര ഒരു ധൈര്യത്തോട് കൂടിയിട്ട് അവിടെ എത്തിപ്പെടാൻ പറ്റി അൽഹംദുലില്ലാ. അത് ഇവിടെ വന്നതിന്റെ ആ ഒരു ഗുണം തന്നെയാണ്. സാറിനും അള്ളാഹുവിനും എല്ലാവർക്കും ഒരുപാട് നന്ദി പറയാണ്. കാരണം അത്രയും അനുഗ്രഹങ്ങളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് 10-15 കൊല്ലമായിട്ട് ഞങ്ങളുടെ ഒരു കുന്നുമേൽന്ന് മണ്ണെടുത്ത് പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അത് അൽഹംദുലില്ലാ അതിപ്പോ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമുക്ക് അത് എടുത്തിട്ട് പോവാൻ പറ്റി. അപ്പൊ അതിനുള്ളൊരു ഇങ്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ എപ്പോഴും അക്കൗണ്ടിൽ ഇങ്ങനെ പണം വന്നുകൊണ്ടിരിക്കും. അത് നമ്മളുടെ ആ ഒരു അഫർമേഷൻ സാറിൽ നിന്ന് കിട്ടിയുള്ള ആ ഒരു എന്താ പറയാ, ആ ഒരു ഈ ഇതിൽ വന്നു പെട്ടിട്ടുള്ള ആ ഒരു ഭാഗ്യം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ്. അത് കാരണം എല്ലാവർക്കും, സാറിനും PCHനും എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ കുറച്ച് ഡള്ളായി പോയി അതിന്റെ ഇടയിൽ. പിന്നെ വീണ്ടും ഞാൻ ഇതിലേക്ക് വീണ്ടും തിരിച്ചു വന്ന് അൽഹംദുലില്ലാ. ഇനി ഒരുപാട് മാറ്റങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ ഇതിലിങ്ങനെ ഓരോ ദിവസവും വന്ന് പറയണം എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. താങ്ക് യു സർ. താങ്ക് യു ഓൾ. താങ്ക് യു ജുമി. കെൽമാബി. പറയുന്നില്ല. ഖദീജ മ്യൂട്ട് ചെയ്യൂ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാറ്. ആദ്യം തന്നെ EFT കുടുംബത്തിനും സർവശക്തനും റഫീഖ് സാറിനും നന്ദി പറയാണ്. പിന്നെ എൻ്റെ അസുഖത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ അതിൽ വന്നത്. കാലുവേദന നന്നായിട്ടുണ്ടായിരുന്നു. അപ്പൊ പൂർണ്ണമായിട്ടും അത് മാറി സാർ. പിന്നെ ചെരുപ്പൊന്നും ഇല്ലാതെ നന്നായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു സന്തോഷ വാർത്ത ഉള്ളത്, ഞാന് എൻ്റെ ബിസിനസ് ചെറിയൊരു സ്കിൻ കെയർ ഓയിൽ, ഹെയർ ഓയിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഹെർബലിന്റെ. അപ്പൊ അതിങ്ങനെ കൊടുക്കാറുണ്ട്. എല്ലാരും നല്ല അഭിപ്രായം പറയാറുണ്ട്. ഇന്നലെ ഒരാള്, ഞാൻ പാലിയേറ്റീവിൽ ഇടയ്ക്ക് വർക്ക് ചെയ്യാറുണ്ട്, ഹെൽപ്പിനൊക്കെ പോവാറുണ്ട്. അപ്പൊ അവിടുത്തെ ഒരു സ്ത്രീ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ട് പറഞ്ഞ് എന്റെ കൈമ കുറെ നാളുകളായിട്ട് ഒരു ചൊറി പോലെ ഉണ്ടായിരുന്നു. ഞാൻ ചൊറി ഉദ്ദേശിച്ചിട്ടല്ല സത്യത്തിൽ അത് ഉണ്ടാക്കിയത്. മുഖത്തെ പാടുകളൊക്കെ മാറാനൊക്കെ ഉള്ള ഒരു ഇതായിട്ട് ഉണ്ടാക്കിയത്. പക്ഷെ അതിന്റെ കൈമ കുറെ കാലങ്ങളായിട്ട് ഉണ്ടായിരുന്ന ഒരു ചൊറി പോലത്തെ സാധനം മാറി എന്ന് പറഞ്ഞിട്ട് അത് വീണ്ടും നന്ദി പറഞ്ഞ് ഒരെണ്ണം കൂടി വാങ്ങിട്ട് പോയി. അപ്പൊ ഭയങ്കര സന്തോഷമായി അത്. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട് സാറ് ജീവിതത്തില്. വീട്ടില് സമാധാനം എല്ലാം ഉണ്ടെങ്കിൽ കൂടി ഒരു സന്തോഷമുള്ള ഒരു അവസ്ഥ ആയിരുന്നില്ല. ഇപ്പൊക്കെ മാറി മാറി വരുന്നു. അതുപോലെ തന്നെ സാർ വിഷ്വല് ചെയ്യണം. എൻ്റെ ഒരു മോന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഡിവോഴ്സായി. ഇപ്പൊ അതിന് പെണ്ണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും ശരിയാവുന്നില്ല. കുട്ടിക്ക് മാനസിക പ്രശ്നങ്ങൾ കാരണമാണ് ഒഴിവാക്കിയത്. അത് സാറ് പ്രത്യേകം ഉൾപ്പെടുത്തണം. എല്ലാത്തിനും നന്ദി. EFT കുടുംബത്തിലെ എല്ലാവർക്കും നന്ദി. സർവശക്തനും നന്ദി. ഓക്കെ. ഈശ്വലയ്യ. നുസ്രത്ത് കാണുന്നില്ല. ഗുഡ് മോർണിംഗ്. ഫസ്റ്റ് മുടി കയറ്റി കൊടുക്കാൻ വേണ്ടി പോയതായിരുന്നു മദ്രസയിൽ പോവാന്. ഹായ്, ഗുഡ് മോർണിംഗ് സാർ. എനിവേ താങ്ക് യു സോ മച്ച്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ എനിക്ക് അവസരം തന്നതിന് ആദ്യമേ താങ്ക് യു. പിന്നെ EFTയിൽ എത്താൻ കഴിഞ്ഞതിന് താങ്ക് യു. എല്ലാത്തിനും EFTയിൽ വന്നതിന് ശേഷം കുറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പിന്നെ ആൻസൈറ്റി ആയിട്ടാണ് അതിൽ ചേർന്നത്. അൽഹംദുലില്ലാ അതൊക്കെ പൂർണ്ണമായും മാറി തന്നെ പറയാം. അൽഹംദുലില്ലാ
പിന്നെ ഒരുപാട് ഹെൽത്തിലാണെങ്കിലും വെൽത്തിലാണെങ്കിലും ഒരുപാട് മാറ്റങ്ങളുണ്ട്. പിന്നെ എന്താ, ഞാൻ ഒരു കാറ്ററിംഗ് സർവീസ് തുടങ്ങിയിട്ടുണ്ട്. അൽഹംദുലില്ലാ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓർഡർ ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നൊരു ഓർഡർ ഉണ്ട്. അൽഹംദുലില്ലാ എല്ലാം ഹൈറാണ്. EF വന്നതിന് ശേഷം നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു കുമാരി. പറയൂ. ഹലോ സർ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ആദ്യമേ EFT എന്ന പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ കഴിഞ്ഞത് ഒരുപാട് നന്ദി പറയാണ് സർ. EFT എന്ന പ്ലാറ്റ്ഫോമിലേക്ക് വന്നു. സന്തോഷവും സമാധാനവും ആരോഗ്യവും വെൽത്തും ഹെൽത്തും അങ്ങനെ ഒരുപാട് നല്ല അനുഭവങ്ങൾ കിട്ടി സർ. അതിനാൽ ഒന്നുകൂടെ താങ്ക് യു പറയാണ്. പിന്നെ എനിക്ക് വിട്ടുമാറാത്ത തലവേദനയായിരുന്നു, അത് മാറിക്കിട്ടി. അതിന് ഞാൻ ഒന്നുകൂടെ നന്ദി പറയുന്നു. EFT എന്ന് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ സാർ ഞാൻ നല്ലവണ്ണം ടാപ്പ് ചെയ്യും. ഞാനൊരു പ്രീ പ്രൈമറി ടീച്ചറാണ്. ഞാൻ ക്ലാസ്സിൽ ഇരുന്നും കൊണ്ടും ടാപ്പ് ചെയ്യും. അപ്പൊ മക്കളൊക്കെ എന്നെ നോക്കും, ടീച്ചർ എന്താ ചെയ്യുന്നതെന്ന്. എന്നാലും ഞാൻ ടാപ്പ് ചെയ്ത് എൻ്റെ ആ ശാരീരിക പ്രശ്നങ്ങളൊക്കെ എല്ലാം മാറിക്കിട്ടി സാർ. അപ്പം ഞാൻ എന്താണ് പറയാനുള്ളത്, EFTയിലേക്ക് എല്ലാവരും വരിക, എല്ലാവരും ജോയിൻ ചെയ്യുക. അത്ര അതിമനോഹരമായ ഒരു സംഭവമാണ് EFT എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് എന്നെ കൊണ്ടുവന്ന എൻ്റെ ചേച്ചിയോടും എനിക്ക് നല്ല അറിവുകൾ പകർന്നു തരുന്ന നമ്മുടെ റഫീഖ് സാറിനോടും നമ്മുടെ എല്ലാറ്റിനും ഒപ്പം നിൽക്കുന്ന എല്ലാമായ നമ്മുടെ ശ്രീലേഖ മാമിനോടും ഒരുപാട് നന്ദി പറയാണ് സാർ. താങ്ക് യു. ഷീബ പി അല്ലേ? പറയൂ. അൺമ്യൂട്ട് ചെയ്യൂ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? അൺമ്യൂട്ട് ചെയ്യൂ. ചെയ്യുന്നില്ല. അൺമ്യൂട്ട് ചെയ്യൂ. അറിയില്ല, ചോദിച്ചു കേട്ടോ. അറിയില്ലെങ്കിൽ അവിടെ ഉണ്ട്, അൺമ്യൂട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടാ. അൺമ്യൂട്ട് ഓപ്ഷൻ വരുന്നില്ലേ? മണി രാമകൃഷ്ണൻ. മണി രാമകൃഷ്ണൻ. എന്താ പറ്റിയത്? Come on. മുൽഖയർ അൺമ്യൂട്ട് ചെയ്യൂ. മണി പറഞ്ഞോളൂ. ഹലോ. മുൽഖയർ പറയൂ. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാറേ, ഒരുപാട് അനുഗ്രഹങ്ങൾ EFTയിലെ ശേഷം ഉണ്ടായിട്ടുണ്ട്. അൽഹംദുലില്ലാ, താങ്ക് യു. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളൊരു ടൂറ് പോയി. ഹിമായ സ്റ്റുഡൻസ് 40-50 വയസ്സൊക്കെ ഉള്ള സ്ത്രീകൾ ഒന്നിച്ചാണ്. ഞങ്ങളാണ് ലീഡ് ചെയ്യുന്നത്, ഞാനും വേറെ ടീച്ചറും കൂടെ. ഒരു പുരുഷ സാന്നിധ്യം ഇല്ലാതെ നല്ലൊരു ടൂർ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിച്ചു. അൽഹംദുലില്ലാ. മാത്രമല്ല അതിലൊരു സ്ത്രീക്ക് തലവേദന എന്ന് പറഞ്ഞു പെട്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഐ ലവ് മൈ സെൽഫ് എന്ന് പറഞ്ഞാല്. അപ്പൊ ഇംഗ്ലീഷ് പറഞ്ഞപ്പോ പെട്ടെന്ന് അതിന് മനസ്സിലായില്ല. അപ്പൊ എനിക്ക് ഇന്ന് തലവേദന ഉണ്ടെങ്കിൽ എനിക്ക് ഇന്ന് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അതെന്നെ പറഞ്ഞുകൊണ്ട് ഇന്ന് 10 മിനിറ്റ് കഴിഞ്ഞപ്പോ ടീച്ചറെ എന്റെ തലവേദന ഫുള്ളും മാറിയിട്ട് എനിക്ക് അത്ഭുതമാകുക. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. മറ്റേ യാത്ര കഴിഞ്ഞ് എനിക്കൊന്ന് ഉറങ്ങി എണീറ്റാൽ എന്റെ തലവേദന മാറലുള്ളൂ. ഇത് ഭയങ്കര അത്ഭുതമുണ്ട് കാരണം കഴിഞ്ഞ CFTനെ കുറിച്ചൊക്കെ ചോദിച്ച് അന്വേഷിച്ചിന്. അപ്പൊ പറഞ്ഞു നല്ലൊരു സംഭവമാണ്, ചെയ്തോളൂണ്ടി. എന്തായാലും അവരൊക്കെ ചെയ്യും ഇൻഷാ അല്ലാഹ്. പിന്നെ ഇന്നലെ സ്കൂളിൽ നിന്ന് ഇതുപോലെ പ്രീ സ്കൂളാണ്, ഞാൻ LKG. ഇത് 3ാമത്തെ ഒരു അനുഭവമാണ്. സ്കൂളിൽ നിന്ന് ഒരു കുട്ടി വയറുവേദന എന്ന് പറഞ്ഞു. ഞാൻ 2-3 പ്രാവശ്യം കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും എന്നൊക്കെ പറഞ്ഞു. വീണ്ടും കുട്ടി കരച്ചിലടങ്ങിയത്. 3ാമത്തെ പ്രാവശ്യം പറഞ്ഞപ്പോ ഞാൻ ഓഫീസിൽ കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു. ടാപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ അവന്റെ മുഖഭാവം കുറച്ച് മാറി. കണ്ണിന്ന് കണ്ണീരിങ്ങനെ വരുമായിരുന്നു വേദന കാരണം.
കഴിഞ്ഞപ്പോ കുറച്ച് സമാധാനം, ഇപ്പൊ കുറഞ്ഞില്ല ചോദിച്ചു. ഇപ്പോഴും വേദന ഉണ്ട് മേമയാണ്. അതിൽ പിന്നെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഇപ്പൊ കുറച്ചുണ്ട് പറഞ്ഞു. പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോ പിന്നെ അവന്റെ അടുത്ത് അങ്ങനെ ഒരു വയറുവേദന തന്നെ ഉണ്ടായ ഭാവമല്ല. ഭയങ്കര സന്തോഷം. ഇത് 3ാമതൊരു അനുഭവമാണ്. സ്കൂളിൽ 3 കുട്ടികൾക്ക് ഇങ്ങനെ ഒരു വയറുവേദന ടാപ്പിങ്ങിലൂടെ മാറ്റാൻ സാധിച്ചു. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. Great, congratulations. നിസാർ പറയൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇസ്ലാം. ഞാനിപ്പോ 8ാം ബാച്ചിൽ ചേർന്നിട്ടുണ്ട് ഇൻഷാ ഈ ബാച്ചിൽ 2 ക്ലാസ് ആയില്ലേ ഇപ്പൊ അല്ലേ? രണ്ട് ക്ലാസ് ആയി ഇൻഷാ ക്ലാസ് ഇല്ലായിരുന്നോ? എങ്ങനെ? ഇന്നലെ മിനിയാന്നൊക്കെ ക്ലാസ്സിലായിരുന്നോ? ക്ലാസ്സിലുണ്ടായിരുന്നു. എന്ത് തോന്നുന്നു? ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് കുഴപ്പമില്ല. പിന്നെ ഈ ഹെൽത്ത് പ്രോബ്ലം ഉണ്ട് ഇൻഷാ അല്ലാഹ്. സാറായിട്ട് നേരിട്ട് അല്ല സംസാരിക്കാനുള്ള ഇതിലല്ലേ ഇപ്പൊ ഇതല്ല പേഴ്സണലായിട്ടൊന്നും പറ്റത്തില്ല. ഓക്കെ, അങ്ങനെ നല്ല എങ്ങനെ? രീതിയിൽ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? മനസ്സിലാവുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഓക്കെ, ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. ശരി. അസ്സലാമു അലൈക്കും. ബിജു എവിടെ പോയി? സാറേ ഭക്ഷണം കഴിച്ചിരിക്കുകയാണ്. സാവകാശം കഴിച്ചോ? എന്താണ് അങ്ങനെ പിടിച്ചിറക്കൊന്നും വേണ്ട. അടുത്ത അവസരം കൊടുക്ക. 5 മിനിറ്റ് കഴിഞ്ഞോട്ടെ. 5 മിനിറ്റ് ആയിക്കോട്ടെ, ഞാൻ അവസരം തരും. ഫുഡ് ശരിക്കും കഴിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ വായിൽ വെച്ച് സംസാരിക്കല്ലേ. അമീറ പറയൂ. അമീറ അൺമ്യൂട്ട് ചെയ്യൂ. നൗഷാദ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സാർ. EFT ചേർന്ന് ഒരുപാട് സന്തോഷം, ഒരുപാട് സുഖം, സ്നേഹം, സന്തോഷം എല്ലാം അനുഭവിക്കുന്നു ഇപ്പോ. സാറ് വീട് പണീന്റെ ലാസ്റ്റ് ഘട്ടത്തിലാ, 90% ആയി. അപ്പോ EFTയിൽ ചേർന്നത് കൊണ്ട് ഒരുപാട് അത് മുന്നോട്ട് പോയി കുറെ. അതിപ്പോ ഇനി കൂടണം. സാർ വിഷ്വൽ ചെയ്യാ. തീർച്ചയായിട്ടും കൺഗ്രാജുലേഷൻ. ഇതൊക്കെ EFT കൊണ്ട് നേടിയെടുത്തതാ, വിഷ്വൽ ചെയ്ത് നേടിയെടുത്തതാ. ഒരുപാട് സന്തോഷം. പെട്ടെന്ന് തന്നെ. ഓക്കെ സാർ. ഓക്കെ, മീറ പറയൂ. ഗുഡ് മോർണിംഗ്. ഹാപ്പി മോർണിംഗ്. ഞാൻ 28ാം ബാച്ചിലാണ്. എന്റെ മേമ അലിമ മേമാണ്. എനിക്ക് നല്ല ഷുഗറിന്റെ കാര്യത്തിലും കണ്ണിന്റെ കാഴ്ചയിലും നല്ല ആരോഗ്യപരമായി നല്ല മാറ്റം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ അഫർമേഷൻ കൊടുക്കുന്നത്, ഞാൻ ആരോഗ്യവതിയാണ്, സന്തോഷവതിയാണ്, എന്റെ ഷുഗർ നോർമലാണ്, എന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കുന്നുള്ള അഫർമേഷനാണ് ഞാൻ കൂടുതൽ കൊടുക്കുന്നത്. അതുകൊണ്ട് നല്ല മാറ്റമുണ്ട്. പിന്നെ ഈ EFT കുടുംബത്തിലേക്ക് എന്നെ എത്തിച്ചത് എന്റെ മരുമകളുടെ ഉമ്മാണ്. അതിന് ഞാൻ കൂടുതൽ നന്ദി പറയുന്നു. നമുക്ക് ഇങ്ങനത്തെ ഒരു ടൂൾ കിട്ടിയത് EFTയിൽ നിന്നാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലായി. വേറെ എവിടെ ചെന്നാലും നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു മാറ്റം ഇതുവരെ കിട്ടിയിട്ടില്ല, കിട്ടുന്നില്ല. ഇതിലെന്തോ ഒരു മാറ്റം നമ്മൾക്ക്, നമ്മുടെ ശരീരത്തിൽ എന്തോ ഒരു പ്രതിഭാസം നമ്മൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കാര്യം ഉറപ്പാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഇതിൽ കയറുന്നത് നല്ല കാര്യമാണ്. മാനസികപരമായിട്ടും നല്ല മാറ്റമുണ്ട്. ആരോഗ്യപരമായ നല്ല മാറ്റം എന്ന് വെച്ചാൽ ഞാൻ ഓടിച്ചാടി എല്ലാ ജോലികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മീറ്റപ്പിന് വരാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ മീറ്റപ്പിന് ഞങ്ങൾ വരുമ്പോൾ സാറ് സ്റ്റേജിൽ നിന്നൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഏരിയത്തേക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്നാൽ ഞങ്ങൾക്കൊന്ന് ഏരിയത്തൊന്ന് കാണാൻ സാധിക്കും. ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ സാധിക്കാൻ പറ്റാത്തതിൽ വളരെ വിഷമമുണ്ട്. അപ്പൊ ഈ പ്രാവശ്യം ഞങ്ങൾ അങ്ങനെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഏരിയത്തേക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒരു പ്രാവശ്യം നടന്നാൽ മതി. എല്ലായിടത്തും വരും കേട്ടോ. എല്ലാരും വരും. ശരി, താങ്ക് യു. ഓക്കെ. എത്തി.
റജുല. റജുല മോൾ. സബീന. സബീന പറയൂ. അന്നതിന് അള്ളാഹുവിന് ആദ്യമായിട്ട് നന്ദി പറയുന്നു. പിന്നെ സാറിനോടും എനിക്ക് ഒരു 2 ആഴ്ച ഇതിൻ്റെ അകത്ത് കയറാൻ കഴിഞ്ഞിട്ടുള്ളു. പിന്നെ എനിക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ള ഒരാളാ ഞാന്. പറഞ്ഞൊക്കെ അൽഹംദുലില്ലാ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അതിന് ഞാൻ റബ്ബിന് നന്ദി പറയുന്നു. സാറിനും അതിലുള്ള എല്ലാവർക്കും മാമിനാട്ടൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് വിഷമിക്കണ്ട, എല്ലാം മാറും, ഇതിൽ ജോയിൻ ചെയ്താൽ മതിയെന്ന് എന്നോട് പറഞ്ഞു. കൺഗ്രാജുലേഷൻ. താങ്ക് യു. ഷാമിൽ. ബിജു അൺമ്യൂട്ട് ചെയ്യൂ. നമസ്കാരം സാർ. ഹലോ. ഭക്ഷണം കഴിച്ചില്ലേ? ഭക്ഷണം കഴിച്ചു. വണ്ടിയായിട്ട് ഇറങ്ങി പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇറങ്ങിയായിരുന്നു. ഇപ്പൊ വണ്ടിയിൽ ഇപ്പൊ ഇരിക്കുക. എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ എനിക്ക് നേരത്തെ പഴയ കുറെ ആൾക്കാർ വൈരാഗ്യ ബുദ്ധി കിടപ്പം അവരോടെല്ലാം എനിക്ക് ക്ഷമിക്കാൻ പറ്റിയതാണ് ഏറ്റവും വലിയൊരു ഇത്. പിന്നെ അതുപോലെ തന്നെ സാറിനോടും എല്ലാ PCMമാരോടും എന്റെ PC ആയ റുബീല മാമിനോടും ഷാകിറ മാമിനോടും എല്ലാവരോടും നന്ദി പറയുന്നു. ഓക്കെ, കൺഗ്രാജുലേഷൻ. ഷാമില. ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ആദ്യമായി അള്ളാഹുവിനോട് ഞാൻ നന്ദി പറയുകയാണ്. EFT കുടുംബത്തിലും സാറിന്റെ ക്ലാസ്സിലൊക്കെ കയറാനൊക്കെ ഇത്രയൊക്കെ മാറ്റം വരുത്തിയതിൽ അൽഹംദുലില്ലാ. ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് വന്ന അൽഹംദുലില്ലാ എനിക്കെല്ലാം കൊണ്ടും മാറ്റമാണ്. ഞാൻ അതിനേക്കാൾ എല്ലാം ഉപരി സാറിനോടൊരു പ്രത്യേക ഒരു ആഗ്രഹം പറയുന്നത് വെച്ചാല്, സാറ് നമ്മളുടെ ഒരു നല്ല മനുഷ്യനാക്കാൻ, അതായത് ഇപ്പൊ ഞാൻ എങ്ങനെയാണ് ഏറ്റവും നല്ല നന്ദിയുള്ള ഒരു അടിമയാകേണ്ടതെന്നുള്ളത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 5000 സാറിന്റെ 5000 പേരുണ്ടെന്ന് പറഞ്ഞ അത്രയും പേർക്കും അൽഹംദുലില്ലാ ശരിക്കും ഫോർഗീവ് ചെയ്യാനും അള്ളാഹുവിന്റെ നന്ദി പറയാനും ഗ്രാറ്റിറ്റ്യൂഡ് പറയാനും എല്ലാം ഒരു അവസരം എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു ഇതായിട്ട് എനിക്ക് ഓർക്കുകയാണ്. സാർ എത്രത്തോളം ആഴത്തിലിരുന്ന് ചിന്തിച്ചിട്ടായിരിക്കും സാർ ഇത്ര ഒരു പ്ലാറ്റ്ഫോം റെഡിയാക്കി എടുത്തത്. അതിന് സർവശക്തനായ അള്ളാഹുവിനോട് സാറിനോടും ഏറ്റവും നല്ല നന്ദി അറിയിക്കുകയാണ്. അൽഹംദുലില്ലാ അള്ളാഹു അനുഗ്രഹിച്ച ഒരാളായിട്ട് ഞാൻ കാണുകയാണ്. പിന്നെ അള്ളാഹുവിനോട് അടുക്കാൻ പറ്റുന്നതിനോടുപരി നമുക്ക് ഈ ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ എന്തെല്ലാം നമുക്ക് ആഗ്രഹം വേണോ അതെല്ലാം നമുക്ക് ഈ ഒരു സാറിന്റെ ടാപ്പിങ്ങിലൂടെ അല്ലെങ്കിൽ നമ്മുടെ വിഷ്വലൈസ് ചെയ്തിട്ടും ഒക്കെ ആണെങ്കിലും നമുക്ക് ചേരാനും എല്ലാവർക്കും കിട്ടുകയും ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലും ആളുകൾ ഒത്തിരി ഹാപ്പി ആയിട്ട് വരികയാണ് അൽഹംദുലില്ലാ. അതുകൊണ്ട് ഈ സാറിന്റെ ഈ ഒരു ഗ്രൂപ്പിലേക്ക് നമുക്ക് ആരെങ്കിലും ചേർക്കണമെന്നുണ്ടെങ്കിൽ വളരെ സന്തോഷത്തോടെ ആത്മവിശ്വാസത്തോടെ നമുക്ക് ആളുകളെ ക്ഷണിക്കാൻ പറ്റും. അതൊരു വലിയൊരു സന്തോഷമാണ്. അൽഹംദുലില്ലാ. പടച്ചവൻ ഇനിയും സാറിന്റെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാം അള്ളാഹു ഉയരങ്ങളിൽ എത്തിക്കട്ടെ ചെയ്യുന്നില്ല. ഓക്കെ സാർ, ഒത്തിരി സന്തോഷം. ഓക്കെ, താങ്ക്സ് സാർ. ഷറഫിയ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. അൽഹംദുലില്ലാ. ആദ്യമായി ഞാൻ റബ്ബിനെ സ്തുതിക്കുന്നു. അതിനോടൊപ്പം തന്നെ റഫീഖ് സാറിന്റെ ടീമിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഞാൻ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ടാണ് EFTയിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ മാത്രമല്ല, എന്റെ ഉമ്മയുണ്ട് ഇതില്. ഉമ്മക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ആയിരുന്നു. ഉമ്മക്ക് 60 വയസ്സൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ ഒരുപാട് ഹാർട്ടിന്റെ പ്രോബ്ലം, അതുപോലെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു.
എന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ അൽഹംദുലില്ലാഹ് ഒരുപാട് പറഞ്ഞാൽ 90% എനിക്ക് സുഖമായിട്ടുണ്ട്. സർജറി ഒക്കെ പറഞ്ഞ് മുട്ടുവേദന അൽഹംദുലില്ലാഹ് ഞാന് ടീച്ചറാണ്. സ്കൂളില് ലീവ് എടുത്ത് ജോലിയിൽ നിന്ന് 2 വർഷത്തോളം ഇടയ്ക്കൊന്ന് ജോയിൻ ചെയ്യും, വീണ്ടും ബുദ്ധിമുട്ട് വരും. പിന്നെ സർജറി പറഞ്ഞു. ഇപ്പോ EFT വരുന്ന സമയത്താണ് സർജറി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന്നൊക്കെ റിക്കവറായി ഇപ്പോ 3ാമത്തെ ഫ്ലോറിലാണ് എന്റെ ക്ലാസ്. ഞാൻ ആ സ്റ്റെയർ കേസ് ഒക്കെ കേറിയിട്ട് ഞാനിപ്പോ സ്കൂളിൽ പോകുന്നുണ്ട്. മാഷാ അല്ലാഹ് നല്ലൊരു റിസൾട്ടാണ്. അതിനേക്കാളും ഉപരി എന്റെ ഉമ്മാന്റെ പ്രശ്നം 2 ആഴ്ച മുമ്പ് ഉമ്മാക്ക് ചെറുതായിട്ടൊരു അറ്റാക്ക് പോലെ വേദനയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് ECG ഒക്കെ എടുത്തപ്പോ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2 ആഴ്ചത്തെ മെഡിസിൻ കൊടുത്തു. പിന്നെ TMT എടുക്കാനും എക്കോ എടുക്കാനും ഒക്കെ പറഞ്ഞു. ആ സമയത്ത് ചെയ്തിട്ട് നല്ല ബുദ്ധിമുട്ട് അതിൽ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ മിഞ്ഞാന്ന് പോയി ഇതെല്ലാം ചെയ്തു. ഉമ്മ നന്നായി പ്രാക്ടീസ് ചെയ്യും. എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ സംശയം ചോദിക്കും, എങ്ങനെ മോളെ ചെയ്യണ്ടേന്നുള്ള. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ ചെയ്തോ അങ്ങനെ ചെയ്തോ എന്നാ സുഖാവും എന്ന്. അപ്പൊ മിഞ്ഞാന്ന് ഡോക്ടറെ കാണിച്ചപ്പോ അൽഹംദുലില്ലാഹ് ഡോക്ടർ പറഞ്ഞു മുന്നേ ഉള്ള ഒരു പ്രശ്നങ്ങളും ഈ റിപ്പോർട്ടിൽ കാണാനില്ലാന്ന്. തുതിച്ചാ മതിയാവൂല. ധാരാളം ഗുളികകൾ ഉണ്ടായിരുന്നു. രാവിലെ ഒരു 8ഓളം ടാബ്ലറ്റ് ഉമ്മ കഴിക്കുന്നുണ്ടായിരുന്നു. അത് 3ആക്കി ചുരുക്കി കൊടുത്തു. ഇനി 3 മാസം കഴിഞ്ഞിട്ട് വന്നാ മതി, മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാം, നമുക്ക് കുറച്ച് സ്റ്റോപ്പ് ചെയ്യാന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് EFT എന്നുള്ളൊരു വലിയ റിസൾട്ടാണ്. എനിക്കതിൽ വളരെയധികം സന്തോഷമുണ്ട്. സാറിന് ഒരുപാട് താങ്ക്സ്. ഞാൻ ഇതിൽ എത്തിപ്പെടാൻ വൈകിപ്പോയോന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഇനി ആരെങ്കിലും പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാവും. നമ്മൾ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് EFT വരുന്നതെങ്കിലും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ബെനിഫിറ്റ് ആണ്. അപ്പോ ഇതിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ദിവസം മുന്നേ ഇതിൽ ജോയിൻ ചെയ്തിട്ട് നമ്മളുടെ എല്ലാ പ്രയാസങ്ങളും നമുക്ക് നീക്കി തരാനുള്ള ഒരു വേദിയാക്കി ഇതിനെ കാണാം. ഇനി ഇതുപോലെയുള്ള ആളുകൾക്ക് സഹായങ്ങൾ ചെയ്യാനും സാറിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ മീറ്റപ്പിന് വരുന്നുണ്ട്, സാറിനെ കാണണം. പിന്നെ ഞങ്ങൾ വിഷ് ചെയ്യുന്നുണ്ട്. ഞാനും ഉമ്മയും അടുത്ത അഡ്വാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും വരണമെന്ന് വിചാരിക്കുന്നുണ്ട്. സാറിന്റെ വിഷ്വലൈസേഷനിൽ ഞങ്ങളെയും കൂടി ഉൾപ്പെടുത്താം ഇൻഷാ അല്ലാഹ്. ഓക്കെ, താങ്ക് യു. കൺഗ്രാജുലേഷൻ. വലിയ സന്തോഷം. റജുല മോൾ. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വീഡിയോയില് പറ്റെങ്കിൽ വാട്ടോ. കിച്ചണിലാണ് സാർ. ഓക്കെ, പറയൂ. സുഖാണ്, അൽഹംദുലില്ലാഹ്. ഇങ്ങനെ കുറച്ച് നേരത്തെ വിളിച്ചില്ലേ, 6000 ആൾക്കാരിൽ ഇന്നെ എത്ര പെട്ടെന്ന് വിളിക്കുമെന്ന് ഞാൻ ഉദ്ദേശിച്ചില്ല. അൽഹംദുലില്ലാഹ്. പിന്നെ കുറെ ഇഷ്യൂസുകളൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ ശരിയായി വരുകയും പിന്നെ മക്കളെ കാര്യങ്ങള്, മോനൊക്കെ പഠിക്കാന് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ഒരു ഇത് എടുക്കാൻ വേണ്ടിയിട്ട് കുറെ ഇതായിരുന്നു. അപ്പൊ ഇപ്പൊ നമുക്കൊന്നും സാധിക്കില്ലായിരുന്നു. പക്ഷെ അത് തന്നെ കിട്ടി. ഇനി ഇപ്പൊ അടുത്ത മാസമാണ് പ്ലേസ്മെന്റ്. പക്ഷെ അതിന്റെ മുമ്പ് തന്നെ മോന് ഈ ആഴ്ചയിൽ പ്ലേസ്മെന്റിന് പോകുന്നുണ്ട്. സാറ് വിഷ്വൽ ചെയ്യണം. പിന്നെ ഹസ്ബൻഡ് കുറച്ചൊക്കെ ഇതിക്ക് ഇങ്ങനെ ആയി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ഒന്നും വരാത്തത്. അവരിഷ്ടമില്ലാതെ വരണ്ടല്ലോ വെച്ചിട്ടാണ്. ഇൻഷാ അല്ലാഹ് അപ്പൊ സാറ് വിഷ്വൽ ചെയ്യണം, പിന്നെ അഡ്വാൻസ് ചെയ്യാനും മീറ്റപ്പ് ചെയ്യാനൊക്കെ കുറെ ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഒക്കെ ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ കുറെ ഇഷ്യൂസുകളൊക്കെ ആണ്. ഒക്കെ ഓരോന്നോരോന്നായി മുന്നോട്ട് പോകുന്നുണ്ട്. ഒക്കെ കിട്ടി ഇനി എഴുതിക്കൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. സാർ വിഷ്വൽ ചെയ്യുക, ഇതിൽ ചേരാനും എല്ലാത്തിനും റബ്ബിന്റെ ഒരു തൗഫീഖ് ഉണ്ടായത് അൽഹംദുലില്ലാഹ്. ഏതായാലും എല്ലാവരും ദുആ ചെയ്യുക. അതേപോലെ മാമാർക്കും സാറിന് പ്രത്യേകം നന്ദി. അതിനൊക്കെ റബ്ബിന് സ്തുതിക്കണ്, നന്ദി പറയുന്നു. വിജയകുമാരി പറയൂ. ഗുഡ് മോർണിംഗ്. EFTയിലും അഡ്വാൻസിലും എത്തിപ്പെടാൻ പറ്റിയതിന് ഏറ്റവും നന്ദി. സാറിനും BCAമാർക്കും നന്ദി പറയുന്നു. ഇന്ന് വെളുപ്പിനെ തുടങ്ങി നടുവേദനയായിട്ട് എണീക്കാൻ കഴിയുമെന്ന് തോന്നിയിരുന്നില്ല. പക്ഷെ ഒരു വിധത്തിൽ എണീറ്റ് മെഡിറ്റേഷനും ടാപ്പിങ്ങും ഒക്കെ കഴിഞ്ഞപ്പോ നല്ല ഊർജത വന്നു. ഞാൻ എല്ലാ ദിവസവും നടക്കുന്ന ആളിന് എനിക്ക് എല്ലാ ദിവസം പോലെ നടക്കാനും പറ്റി. അതിലൊക്കെ വളരെ നന്ദി. പിന്നെ എന്റെ കണ്ണിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അതും മാറുമെന്ന വിശ്വാസത്തോടു കൂടിയിരിക്കുന്നു. മാനസികമായും ശാരീരികമായും വളരെയധികം സന്തോഷത്തിലാണ്, ഊർജതയിലാണ്.
എല്ലാത്തിനും എല്ലാവർക്കും താങ്ക് യു, താങ്ക് യു, താങ്ക് യു. മനീഷ, മനീഷ അനൂപ്, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ എന്നൊക്കെ പറയൂലേ, അതേപോലത്തെ ഒരു അവസ്ഥയിലാണ്. താങ്ക് യു സർ, താങ്ക് യു EFT. ഇന്നലെ 2 ദിവസം മുന്നേ ഞാൻ LPSAയുടെ റാങ്ക് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് വന്നു. ഞാൻ പ്രതീക്ഷിച്ച, ഞാൻ വിഷ്വൽ ചെയ്ത അതേപോലെ കട്ട് ഓഫ് വന്നു. ഞാൻ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. താങ്ക് യു സർ. ഇനി അടുത്ത ഘട്ടം ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂവിലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാൻ സാറ് വിഷ്വൽ ചെയ്യണം. തീർച്ചയായിട്ടും. ഞാൻ ജോയിൻ ചെയ്യാനുള്ള സ്കൂൾ വരെ വിഷ്വൽ ചെയ്ത് കഴിഞ്ഞു സർ. കൺഗ്രാചുലേഷൻ. ജിനുമാമാണ് എന്റെ PCA. ജിനുമാമ ഒരു ശക്തിയാണ്, ഊർജ്ജമാണ്. എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ എന്നെ ഇതിലേക്ക് എത്തിച്ചത് CC സാജിദ മാം ആണ്. സാജിദ മാമും ഭയങ്കര സപ്പോർട്ടാണ്. ഞാൻ ആദ്യം ഇതിങ്ങനെ കണ്ടപ്പോ വിചാരിച്ചിരുന്നത് ഇതൊരു മതപഠന ക്ലാസ് ആണെന്ന്. അതായത് ഞാൻ മോശമായിട്ട് പറയല്ല, ഇങ്ങനെ മാംമാരൊക്കെ ക്ലാസ് എടുക്കുന്നവരൊക്കെ മൊക്കനൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കോട്ടൊക്കെ ഇട്ടിട്ട് വരുമ്പോ പിന്നെ എല്ലാരും അസ്സലാമലൈക്കും അങ്ങനത്തെ വേർഡ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോ ഞാൻ ആദ്യം അങ്ങനെ വിചാരിച്ചത്. പിന്നെ EFT വന്നപ്പോ ആണ് മനസ്സിലായത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന്. അപ്പൊ എത്രയോ മുന്നേ ഞാൻ വരേണ്ടതായിരുന്നു. അന്ന് മാം പറഞ്ഞല്ലോ അങ്ങനെ സംബോധന ചെയ്യുന്നത് മാറ്റിയാൽ ഇതാവുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനും ഇത് തന്നെയല്ലേ കുറച്ചു മുന്നേ തടസ്സമായിട്ട് വിചാരിച്ചുകൊണ്ടിരുന്നത്. ഞാനിങ്ങനെ നോക്കുമ്പോ ഇനി മതം എങ്ങാനും മാറ്റി കളയോ അങ്ങനെ വരെ ഞാൻ ആലോചിച്ചു. ഇനി ഇപ്പൊ EFT വന്നപ്പോ എല്ലാരും എന്റെ സഹോദരന്മാർ. അപ്പൊ നേരത്തെ ആ താത്ത പറഞ്ഞു ഉമ്മയ്ക്ക് സുഖമായിക്കൊണ്ടിരിക്കുന്നു, റിസൾട്ട് കാണിച്ചപ്പോ ഡോക്ടർ നേരത്തെ കണ്ട പ്രശ്നങ്ങളൊന്നുമില്ല. അവരെനിക്ക് അറിയ പോലുമില്ല. പക്ഷെ അവരാ അനുഗ്രഹത്തിൽ ഞാൻ താങ്ക് ഗോഡ് ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞു. ഇപ്പൊ എല്ലാവരും ഒരേപോലെയാണെന്ന് ഇപ്പൊ മനസ്സിലായി. പക്ഷെ പുറത്ത് നിൽക്കുന്ന ഒരാള് ചിലപ്പോ ഞാൻ ചിന്തിച്ച പോലെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. എന്തായാലും EFT വരാൻ സാധിച്ചതിൽ നന്ദി, ഒരുപാട് നന്ദി. താങ്ക് യു. ദിലീപ്. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എനിക്കൊരു സന്തോഷ വാർത്ത പറയാനാണ് ഞാനിപ്പോ വന്നത്. ഞാനൊന്ന് ലെഫ്റ്റ് ആയായിരുന്നു. പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇന്നലെ വൈകിട്ട് എനിക്കൊരു കോള് വന്നായിരുന്നു കോടതിയിൽ നിന്ന്. കോടതിയിൽ നിന്ന് വാർത്ത വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിനെ കാണുവാനുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുക്കാൻ പോവുകയാണ്. എല്ലാം സ്പീഡപ്പായിട്ട് കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ്. വരുന്ന 20-ാം തീയതി കോടതിയിൽ വിളിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ കോടതിയിൽ നിന്ന് അന്വേഷണത്തിന് ഉത്തരവിട്ടു എന്റെ വൈഫിന്റെ വീട്ടിലേക്ക്. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിൽക്കുന്നു. അതിൽ എനിക്ക് വളരെയധികം സന്തോഷം. കുഞ്ഞിനെ കാണാനുള്ള ഒരു ത്രില്ലിലാണ് ഞാൻ. എനിക്ക് EFTയോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതി വരില്ല. EFTയിൽ എനിക്ക് റഫീഖ് സാർ എന്ന് പറയുമ്പോൾ എന്റെ ഉള്ളിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. എന്റെ ജീവിതത്തിലെ ഗുരു റഫീഖ് സാറാണ്. സാറിന്റെ കൈപിടിച്ച് ഞാൻ മുമ്പോട്ട് പോകുന്ന ഓരോ നിമിഷവും ഞാൻ തൊടുന്നതെല്ലാം പൊന്നാക്കിക്കൊണ്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ വളരെയധികം EFTക്കും EFT കുടുംബത്തിലുള്ള മറ്റുള്ളവർക്ക് എല്ലാവർക്കും PCMമാർക്കും ഹൃദയം തൊട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നല്ല ഒരു ദിവസം എല്ലാവർക്കും നല്ലതായി ഭവിക്കട്ടെ എന്ന് മാത്രം പ്രപഞ്ച സൃഷ്ടാവിനോട് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി സാർ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. താങ്ക് യു സോ മച്ച് ദിലീപ്. നിങ്ങളുടെ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു, ഞങ്ങൾ എല്ലാവരും പങ്കുചേരുന്നു. താങ്ക് യു. ഓക്കെ, അപ്പോ വലിയ സന്തോഷമുണ്ട്. ഇന്നത്തെ നമ്മുടെ മെഡിറ്റേഷൻ അറിയാലോ, 1000-ഓളം ആളുകൾ പങ്കെടുത്തു. സ്പെഷ്യൽ ATCയിലും ഇതാ ഒരുപാട് ആൾക്കാർ പങ്കെടുത്തു. ഒരുപാട് ആൾക്കാരുടെ ഗ്രാറ്റിറ്റ്യൂഡ് ഷെയർ ചെയ്തു. അതുപോലെ ഇത് കേട്ട് ഒരുപാട് ആളുകൾ ഊർജം സ്വീകരിച്ച് നല്ല ആവേശത്തോടെ ഇവിടെ മുഖങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ പങ്കെടുത്ത, എനർജി സ്വീകരിച്ച, ഷെയർ ചെയ്ത എല്ലാവരോടും ഒരിക്കൽ കൂടെ എന്റെ ഹൃദയത്തിനടിയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട നിർത്തുകയാണ്. ശുഭദിനം. ഹാവ് എ ഗ്രേറ്റ് ഡേ. Thank you.
Thank you. Hello. Thank you, thank you. Thank you. Thank you, sir. Thank you, ma'am. Thank you, sir. Thank you. Thank you, sir. Thank you, sir. Thank you, sir. Valsala ma'am. Thank you so much. Valsala ma'am. Thank you. Thank you so much. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir.